പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ CBIക്ക് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വിജിലൻസിൻ്റെ റിപ്പോർട്ട് വരുന്നു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടെന്ന് ഇപ്പോഴാണ് വാർത്ത വരുന്നത്. പുനർജനി പദ്ധതിക്ക് വേണ്ടി പണം വിദേശത്തു നിന്ന് വന്നു. ഏകദേശം 1,22,00,000 രൂപ വന്നതായിട്ടാണ് പുനർജനിയിലെ മണപ്പാട്ട് ഫൗണ്ടേഷനിലെ വന്ന എമൗണ്ട്. ആ 1,22,00,000 രൂപ UK നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വന്നു. അതിൻ്റെ CEO അമീർ അഹമ്മദിന് അതിൻ്റെ അക്കൗണ്ടിലാണ് പണം വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഫണ്ട് വന്നതിന് മറ്റ് രേഖകളൊന്നുമില്ല. കേരളത്തിൽ പല വ്യക്തികൾക്കും വിദേശത്തു നിന്ന് ഫണ്ട് വരുന്നുണ്ട്. അതിന് അവരുടെ ശമ്പള വകയോ അവരുടെ മക്കൾ അയച്ചു കൊടുക്കുന്നതോ അല്ലാതെയുള്ള ഫണ്ടുകളൊക്കെ വരുന്നുണ്ട്. അത് ഡിക്ലെയർ ചെയ്ത് ആണ് വരുന്നെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അനധികൃതമായി വന്ന് ആ പണം തട്ടിച്ചെടുത്ത് ആണ് എന്നൊക്കെ വന്നെങ്കിലേ ഒരു വിജിലൻസ് ആംഗിളിൽ കേസെടുക്കാൻ കഴിയുള്ളൂ. ഇത് വിജിലൻസിൻ്റെ ഈ അന്വേഷണം ഒരിക്കലും നിയമപരമായി നിരക്കുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് ഒരു പബ്ലിക് സെർവൻ്റ് തന്നെയാണ്. PC ആക്ടിൻ്റെ പരിധിയിൽ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരും. PC ആക്ട് 7 അനുസരിച്ചൊരു കുറ്റം വെളിവായെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെതിരായിട്ട് നടപടി എടുക്കാൻ ഒക്കുള്ളൂ. പക്ഷേ ഒരു പൈസയും ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ ഫണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ വന്നെന്നോ അദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് എവിടെന്നെങ്കിലും പണം വന്നെന്നോ ഒരു രേഖയുമില്ല. എന്തിനാണ് വിജിലൻസ് ഇതുപോലെ സമയം കളയുന്നത്? രാഷ്ട്രീയപരമായ ഒരു പാപ്പരത്വമാണിത്. അങ്ങനെയുള്ള സംഭവത്തിനൊന്നും വിജിലൻസ് കൂട്ടുനിൽക്കാൻ പാടില്ല. പ്രതിപക്ഷത്തായാലും ശരി, ഭരണകക്ഷിയായാലും ശരി, ഇതുപോലെ വാലും തലയില്ലാത്ത ഒരു സംഭവത്തിന് വിജിലൻസ് ആംഗിളിൽ ഒരിക്കലും PC ആക്ട് 7-ലോ 13-ലോ 8-ലോ 9-ലോ 13-ലോ ഒന്നും വരാത്ത ഒരു കേസിൻ്റെ അന്വേഷണം എന്തിനാണ് നടത്തുന്നത്? അത് തന്നെയല്ല, ഈ FCRAയുടെ ഫണ്ട് വരുന്നതിനെപ്പറ്റി തീർച്ചയായിട്ടും അത് വിജിലൻസ് ഇവിടെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അവർ നോക്കിക്കോളും. അല്ലെങ്കിൽ അവർക്കൊരു കത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ EDക്ക് ഒരു കത്ത് കൊടുത്താൽ മതി. എന്തിനാണ് ഇവിടെ വിജിലൻസ് അതിന് സമയം കളയുന്നത്? കാരണം പുനർജനി പദ്ധതി പരവൂരിലെ പല ആൾക്കാർക്കും വെള്ളപ്പൊക്ക സമയത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന പദ്ധതിയാണ്. അതിന് വിദേശത്ത് നിന്ന് പല ആൾക്കാരും സംഭാവന കൊടുക്കും. അത് അങ്ങനെ പല കെട്ടിടങ്ങളും അവിടെ പണിത് കൊടുത്തിട്ടുണ്ട്. ഇനിയും പണിതുകൊണ്ടാണ് ഇരിക്കുന്നത്. 1,22,00,000 രൂപ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംരംഭങ്ങൾ പല സ്ഥലത്തും പല വ്യക്തികൾ ചെയ്യുന്നത് നമുക്ക് കാണാം, പല അസോസിയേഷനിൽ. അതിനൊക്കെ ഒരു അന്വേഷണം നടത്തിപ്പോയാൽ എങ്ങും എത്തില്ല കാര്യങ്ങൾ. കാരണം അതൊരു വയലേഷൻ ഇല്ല. അതുകൊണ്ട് അങ്ങനെ വയലേഷൻ ഉണ്ടോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും ഏജൻസി നോക്കിക്കൊള്ളും. ഇതൊരു നെഗ്ലിജിബിൾ എമൗണ്ട് തന്നെ വന്നതായിട്ടാണ് റെക്കോർഡ് ഉണ്ടായുള്ളൂ. എന്തായാലും മണപ്പാട്ട് ഫൗണ്ടേഷൻ അവിടെ കുറച്ച് നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. വിജിലൻസിന് ഇതിനകത്ത് ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും ഇതിനകത്ത് വെട്ടിച്ചോ തട്ടിച്ചോ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പണം വന്നതായിട്ടോ ഒന്നും അവർ കണ്ടെത്താൻ പറ്റില്ല. അതിനുശേഷം ഈ വിവരം CBI അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്ത് തള്ളിക്കളഞ്ഞു എന്നാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ രസകരമായൊരു മറുപടി അതിനകത്ത് വന്നു. കാരണം CBI വരുന്നതുകൊണ്ട് ഞാൻ പേടിച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കുറിക്കൊള്ളുന്നൊരു മറുപടി തന്നെയാണ്. ഇതുപോലെ രാഷ്ട്രീയപരമായ പല കാര്യങ്ങളും ചെയ്തവർക്കെതിരെ അവർ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി എതിർക്കാനോ വേണ്ടി വിജിലൻസിനെ ദുരുപയോഗം ചെയ്യരുത്. ഭരണകർത്താക്കൾ ആരായാലും, UDF ആയാലും LDF ആയാലും ശരി, അധികാരത്തിൽ വരുന്നവരെ വിജിലൻസിന് പ്രത്യേക പർപ്പസ് ഉണ്ട്. അത് PC ആക്ടിൻ്റെ പരിധി വരുന്നത്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ്റെ ആക്ടിൻ്റെ പരിധി വരുന്നതാണ്. അതിനകത്ത് മറ്റുള്ളവരെ പ്രതിപക്ഷ നേതാവിനെയോ അല്ല ഭരണകക്ഷി നേതാവിനെയോ ശത്രുക്കളെ ആരെയെങ്കിലും രാഷ്ട്രീയപരമായി ശത്രുതയുള്ള ആരെയെങ്കിലും അതിനകത്ത് ചേർക്കാനും അതിന് അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി വേണ്ടി വരും. കാരണം അങ്ങനെ അന്വേഷിക്കാൻ പാടില്ല. ആരാണ് അതിന് ഡയറക്ഷൻ കൊടുത്തത്? വിജിലൻസ് ഡയറക്ടറാണ് അതിന് ഉത്തരവിട്ടത്. കാരണം ഒരു കേസ് വിജിലൻസ് എടുക്കണമെന്നെങ്കിൽ വിജിലൻസ് ഡയറക്ടറും അവിടുത്തെ ലീഗൽ എക്സ്പെർട്ടും പരിശോധിച്ച ശേഷമാണ് സാധാരണഗതിയിൽ ഒരു കേസ് എടുക്കുന്നത്. കാരണം അതിനകത്ത് സ്കോപ്പ് ഉണ്ടോ, അത് വിജിലൻസിൻ്റെ പരിധി വരുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മാത്രമേ വിജിലൻസിനെ ഇങ്ങനെയുള്ള കേസ് ഏൽപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ രാഷ്ട്രീയപരമായി ഒരാളെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് വിജിലൻസുകാർ കേസെടുക്കുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതും ശരിയായ നടപടിയല്ല. അങ്ങനെ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായിട്ട് നടപടിയെടുക്കാൻ പബ്ലിക് ലിറ്റിഗേഷൻ കൊടുക്കുന്നവർ തയ്യാറാകണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അധികാര ദുർവിനിയോഗമാണ് ഇതിനകത്തുണ്ടായത്.